ബി.ജെ.പിയും സി.പി.ഐയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു ജനാധിപത്യ പാർട്ടിക്ക് ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാം. ഒരു ജനാധിപത്യ പാർട്ടിക്ക് ജനാധിപത്യ പ്രോസസ്സിൽ അവരൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എപ്പോഴാണ്? ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയിലേക്ക് ഒരു സീറ്റ് അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സമയത്താണ്. അത് തന്നെയാണ്. അല്ലെങ്കിൽ SUCI പോലൊരു സംഘടനയുണ്ട്, അത് ഇറലവന്റ് ആയിട്ടൊരു സംഘടനയായി പലപ്പോഴും മാറുന്നു. മത്സരിക്കുന്നുണ്ടോ, ജയിക്കുന്നില്ല. പക്ഷെ അവർക്ക് എപ്പോഴാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? ആ ഇമ്പോർട്ടൻസ് ഒരു പാർട്ടി നിന്ന് ജയിക്കുമ്പോഴാണ്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് BJP ജയിച്ചിട്ടുള്ള 2 സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് രാജഗോപാൽ ജയിക്കുന്ന സമയത്ത് UDFന് 33,000 ഉണ്ടായിരുന്ന വോട്ട് 13,000 ആയിട്ട് കുറഞ്ഞപ്പം രാജഗോപാൽ ആദ്യം കേരളത്തിൽ നിയമസഭയിൽ വന്നു. ആരായിരുന്നു ഡീല്? അടുത്തത് താങ്കൾ സൂചിപ്പിച്ച സുരേഷ് ഗോപിയുടെ കാര്യം. സുരേഷ് ഗോപി പുറത്തു നിന്നുള്ള വോട്ടെല്ലാം കൊണ്ട് ചേർത്തു. അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ വിമർശിച്ചു കഴിഞ്ഞല്ലോ. സുരേഷ് ഗോപി പുറത്തുനിന്ന് വോട്ട് കൊണ്ട് ചേർത്താൽ എന്നെ കേൾക്കുന്നവർ ആലോചിക്കേണ്ട വിഷയമാണ്, കോൺഗ്രസിന്റെ വോട്ട് കുറയുമോ? കേരളത്തിൽ മൊത്തം 20 സീറ്റിൽ നടക്കുന്ന മത്സരത്തിൽ നോക്കൂ, CPIയും വാഷ് ഔട്ടായി പോയ തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പ്. നമുക്ക് ഒന്നും കിട്ടിയില്ല, ഒറ്റ സീറ്റിൽ മാത്രം, ചേലക്കര മാത്രമാണ് ജയിച്ചത്. UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം കേരളത്തിൽ അടിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തരംഗം നിൽക്കുന്ന സമയത്ത് 1,00,000 പര വോട്ടിനും ഭൂരിപക്ഷത്തിൽ ജയിച്ച TN പ്രതാപനെ അവിടുന്ന് മാറ്റി മുരളിയെ അവിടെ കൊണ്ടുവന്ന് വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂർ വെച്ചില്ലേ? ആ 1,00,000 ഈ കോൺഗ്രസ്സുകാർ ആരേലും ഒരു സ്ഥാനാർത്ഥി 1,00,000 വോട്ടിൽ താഴെ തോറ്റിട്ടുണ്ടോ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? ഒറ്റൊരാൾ പോലും 1,00,000 താഴെ വോട്ടിൽ ജയിച്ചിട്ടില്ല. എല്ലാവരും 1,00,000 മേളിലാണ് ജയിച്ചിരിക്കുന്നത്. ശശി തരൂർ മാത്രമുണ്ട്. അത് നമുക്കറിയാം എന്താ സാഹചര്യമെന്ന്. ബാക്കി എല്ലാവരും ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ച സമയത്ത് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ച TN പ്രതാപന്റെ മണ്ഡലത്തിൽ ഇവരെ 80,000 വോട്ട് പുറകെ പോയി, 70,000 ചില്ലാനും വോട്ട് പുറകെ പോയി. സുരേഷ് ഗോപി വെളിയിൽ നിന്നും അയാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയാണല്ലോ അയാൾ കൊണ്ട് ചേർക്കുന്നത്. അത് പ്രതാപന്റെ വോട്ടല്ലല്ലോ. പ്രതാപന്റെ വോട്ട് അവിടെ പോയി. കോൺഗ്രസിൽ നോക്കൂ, സുനിൽകുമാറിന് അവിടെ കിട്ടിയ വോട്ട് നേരത്തെ കിട്ടിയതിനെക്കാട്ടിലും ഏതാണ്ട് 8,000 വോട്ടിനടുത്ത് കൂടുതലാണ് കിട്ടിയത്. അപ്പൊ കോൺഗ്രസിന്റെ വോട്ടങ്ങ് വലിഞ്ഞു. ഇത് ഡീലല്ല ഇല്ലേ? ഈ പറയുന്ന കാര്യത്തിന് ഒരു ഇത് നിങ്ങളുടെ മുന്നിലുള്ള വസ്തുതയാ, മറ്റേതല്ല ആരോപണമാണ്. അവിടെ ഡീലുണ്ട്, ഇവിടെ ഡീലുണ്ട്, ഇവിടോട്ട് നോക്കിയാൽ ഡീലുണ്ട്, അങ്ങോട്ട് ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും കിഴക്കോട്ട് നോക്കിയാലും ഡീലുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ പറയാം, ഇഷ്ടം പോലെ പറയാം. പക്ഷെ ഇതിന് ഉപരിയായിട്ടൊരു വസ്തുത നിങ്ങൾ പറഞ്ഞേ, കേരളത്തിൽ CPIM 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP ജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ മഞ്ചേശ്വരം എടുക്കുക, CPIMന്റെ വോട്ട് കുറഞ്ഞു പോയി. ആരാ ജയിക്കുന്നേ? ജയിക്കുന്ന അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF കാര്യം. അത് അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നത്. കാസർഗോഡ് എടുക്കുക, പാലക്കാട് എടുക്കുക. പക്ഷെ നിങ്ങൾ 3ാം സ്ഥാനത്ത് പോയ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അതാണ് ഞങ്ങൾ പറയുന്ന ഡീല്, UDF ഡീലാണത്. ഇരിക്കാൻ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ. ഇതാണ് വസ്തുത. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അജിംസെ ഒന്നും മിണ്ടായിരിക്കേ. അദ്ദേഹത്തിന് മിണ്ടായിരിക്കാൻ പറ. ഓരോ കാര്യത്തിന് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പല അഭിപ്രായങ്ങൾ കാണും. അത് നമ്മൾ അദ്ദേഹത്തിന്റെ സമയത്ത് കേട്ടോളാം. ശരി, അവസാനിപ്പിക്കും, സമയം തീരാറായില്ല. മതി. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ മിണ്ടിയില്ലല്ലോ, കേട്ടിട്ടില്ലേ? എനിക്കൊരു മിനിറ്റ് പറയാനുണ്ട്. നിങ്ങൾക്ക് മതനിരപേക്ഷതയില്ലാത്ത വർഗീയത പറയുന്ന BJP അകറ്റി നിർത്താൻ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നയം CPIMനുണ്ട്. CPIMന് അതുണ്ട്. പക്ഷെ എന്നിട്ട് നിങ്ങൾ അതാണ്ട് അവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് പറയാനാണ്. നിങ്ങൾ പറഞ്ഞോന്നേ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ വസന്ത് കൃത്യമായി പറയണം, നേമത്ത് എങ്ങനെ നിങ്ങളുടെ 20,000 കുറഞ്ഞു, എങ്ങനെ നിങ്ങളുടെ തൃശ്ശൂരിലെ 70,000 വോട്ട് കുറഞ്ഞു എന്നുള്ള റീസൺ ഈ പറഞ്ഞ ഞങ്ങളുടെ ഡീല് പറഞ്ഞല്ലോ. ഈ ഡീല് പറഞ്ഞവരോട് ഈ ഫ്ലോറിൽ ഇരുന്ന് കുറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു. സമയം തീർന്നു.